സൂക്ഷിച്ച് സംസാരിക്കണം, അല്ലെങ്കിൽ തനിക്കുള്ള പണിയെ തന്റെ വീട്ടിൽ വരും. ജൂഡ് ആന്റണി ജോസഫ് സംവിധാനം ചെയ്ത സൂപ്പർതാരം മോഹൻലാലിന്റെ മകളായിട്ടുള്ള വിസ്മയ മോഹൻലാൽ തന്റെ അഭിനയ ജീവിതത്തിന് തുടക്കം കുറിച്ച സിനിമയായിട്ടുള്ള തുടക്കം വലിയ വിജയം നേടിക്കൊണ്ടിരിക്കുകയാണ് എന്നും തുടക്കത്തിന്റെ ആ വിജയം സംഘികളുടെ പരാജയമാണെന്നും പറയുന്ന പലരെയും പോങ്ങൻ കണ്ടു. എന്നു മാത്രവുമല്ല, തുടക്കത്തിന്റെ ഈ വിജയം പോങ്ങനെ പോലുള്ള ക്ഷുദ്രജീവികളുടെ വിഷബുദ്ധിക്കേറ്റ തിരിച്ചടിയാണ് എന്ന് പറയുന്ന ചില മനുഷ്യരെയും പോങ്ങന് കാണാനുള്ള ഭാഗ്യം ഉണ്ടായതുകൊണ്ട് പറയുകയാണ്, ഈ തുടക്കം എന്ന് പറയുന്ന സിനിമ സൂപ്പർ ഹിറ്റായാൽ അതിനും അപ്പുറത്തേക്ക് ഹിറ്റായി മാറിക്കഴിഞ്ഞാൽ, അതുമല്ല എന്നുണ്ടെങ്കിൽ 2018 എന്ന് പറയുന്ന ജൂഡ് ആന്റണി ജോസഫിന്റെ സിനിമയെ കവച്ചുവെക്കുന്ന നിലയിൽ പണം വാരി പടമാകുക കൂടി ചെയ്തു കഴിഞ്ഞാലും അത് സംഘികളുടെ പരാജയമാണ് എന്ന് പറയുന്നതിനകത്ത് അർത്ഥമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം സംഘികൾ ഈ സിനിമ പരാജയപ്പെടുത്തേണ്ടതുണ്ട് എന്ന് പറയുന്ന ഒരു ആഹ്വാനം നടത്തിയതായി എനിക്കറിയില്ല. സംഘികൾ എന്ന് പറയുന്നത് ഹിന്ദു നാമധാരികളുടെ കാര്യമോ, ഞാൻ സംഘിയാണ് അല്ലെങ്കിൽ BJP കാരനോ RSS കാരനോ ആണ് എന്ന് സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് പറയുകയോ ചെയ്യുന്ന ഏതെങ്കിലും വ്യക്തികളെ കുറിച്ചല്ല പറയുന്നത്. സംഘി എന്ന് പറയുന്ന സംജ്ഞയ്ക്കുള്ളിൽ വരുന്ന ഒരു പാർട്ടിയുടെയും പ്രസ്ഥാനത്തിന്റെയും നേതാക്കൾ ആരും തന്നെ ഈ സിനിമയ്ക്കെതിരെ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. അങ്ങനെ ആരെങ്കിലും കേട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, അതുപോലെ ഏതെങ്കിലും ഒരു പ്രസ്താവന കാണിക്കാനുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കാണിക്കുകയാണെങ്കിൽ ഞാൻ എൻ്റെ ഈ വാദം പിൻവലിച്ചോളാം. പിന്നെ പോങ്ങനെ പോലുള്ള മനുഷ്യരുടെ വിഷബുദ്ധിക്കേറ്റ തിരിച്ചടിയാണ് എന്ന് പറയുന്നതിനകത്ത് കാമ്പോ കഴമ്പോ ഉണ്ട് എന്ന് വിചാരിക്കുന്നില്ല. കാരണം കേവലം ഒരു മുത്തുപോങ്ങൻ ഇവിടെ ഇരുന്നു കൊണ്ട് വ്യക്തിപരമായി നടത്തിക്കൊണ്ടിരിക്കുന്ന അഭിപ്രായ പ്രകടനങ്ങൾ എന്ന് പറയുന്നത് പോങ്ങ സമൂഹം എന്ന് പറയുന്ന വിശാലമായ എന്തോ ഒന്നിന്റെ പരാജയമാണ്, അവർക്ക് ലഭിച്ച തിരിച്ചടിയാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. വാസ്തവത്തിൽ തുടക്കം എന്ന് പറയുന്ന സിനിമയുടെ ഈ വിജയം ഒരു പരിധിവരെ സംഘികളുടെ വിജയമാണ് എന്ന് വേണമെങ്കിൽ പറയാമെന്ന് പറയുന്ന ഒരു വിശ്വാസക്കാരനാണ് ഞാൻ. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഒരു പ്രതിസ്വാധീനം എന്ന് പറയുന്നത് പോലെ സംഘികൾ എന്തോ കെട്ട കൂട്ടരാണ് എന്ന് പറയുന്ന പ്രചരിപ്പിക്കലിന് ഇരപ്പെട്ടിട്ടുള്ള മനുഷ്യരുടെ ബൗദ്ധിക ശേഷിയുടെ അഭാവം കൊണ്ട് സംഭവിക്കുന്നതായിട്ടുള്ള ചില കാര്യങ്ങൾ ഇതിന്റെ വിജയത്തെ സ്വാധീനിച്ചിട്ടുണ്ടാവാം. അതുപോലും എത്ര കണ്ട് ശരിയുണ്ട് എന്നുള്ള കാര്യം നമുക്ക് പറയാൻ പറ്റില്ല. എന്തായാലും ആത്യന്തികമായി ഈ സിനിമയുടെ വിജയത്തിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് ഈ സിനിമയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചവരുടെ കച്ചവട ബുദ്ധിയാണ്, സമൂഹത്തെക്കുറിച്ചുള്ള കൃത്യമായ ധാരണയാണ്. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഒരു സമൂഹത്തെ ഏത് നിലയിൽ തങ്ങൾക്ക് അനുകൂലമായി പ്രയോജനപ്പെടുത്തി എടുക്കാം എന്ന് പറയുന്ന ബുദ്ധിയുടെ ഒരു വിജയമായിട്ടാണ് ഞാൻ കാണുന്നത്. അല്ലാതെ ഇതിനകത്ത് സംഖ്യകൾക്കൊന്നും പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു പങ്കുണ്ട് എന്ന് വിചാരിക്കുന്നില്ല. അല്ലെങ്കിൽ പോങ്ങന്മാർക്ക് ഈ സിനിമയുടെ വിജയത്തിൽ നാണക്കേട് വെച്ച് പുലർത്തേണ്ടതായിട്ടുള്ള എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇത് യഥാർത്ഥത്തിൽ കൗശല ബുദ്ധിയുള്ളവരും നിഷ്കളങ്കരായിട്ടുള്ള മനുഷ്യരുടെ ബുദ്ധിയും തമ്മിലുണ്ടാവുന്ന ഒരു തരം ഏറ്റുമുട്ടൽ മാത്രമാണ്. ഞാനൊരു കാര്യം പറയാം, കേരളത്തിലെ ഏറ്റവും പണം വാരി പടം എന്ന് പറയുന്നതും ജൂഡ് ആന്റണി ജോസഫ് സംവിധാനം ചെയ്തിട്ടുള്ള 2018 എന്ന് പറയുന്ന സിനിമയാണ്. 2023 മെയ് മാസം 5-ാം തീയതിയാണ് ഈ സിനിമ റിലീസായതെന്നാണ് എൻ്റെ ഓർമ്മ. ഈ സിനിമയ്ക്കൊപ്പം തന്നെ റിലീസായിട്ടുള്ള മറ്റൊരു പടമാണ് വളരെയേറെ വിമർശനങ്ങൾക്ക് ഇരപ്പെട്ടിട്ടുള്ള ദ കേരള സ്റ്റോറി എന്ന് പറയുന്ന സിനിമ. കേരള സ്റ്റോറിയും 2018 ഒരേ ദിവസം പുറത്തിറങ്ങിയ സിനിമയാണ്. സ്വാഭാവികമായിട്ടും കേരളീയരായിട്ടുള്ള മനുഷ്യരെ ഇതാണ് യഥാർത്ഥ കേരള സ്റ്റോറി എന്ന് പറയിപ്പിക്കുന്ന നിലയിൽ ഈ പ്രളയത്തെ കൃത്യമായി ഉപയോഗിക്കാൻ ജൂഡ് ആന്റണി ജോസഫിനും അദ്ദേഹത്തിന്റെ PR സംഘത്തിനും അത് സാധിക്കുകയാണ് ചെയ്തത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേരള സ്റ്റോറി എന്ന് പറയുന്ന സിനിമ ഇത് കേരളീയർക്കെതിരായിട്ടുള്ള ഒരു സിനിമയാണ് എന്ന് പറയുന്ന ഒരു വരുത്തൽ വെച്ചു. സ്വാഭാവികമായിട്ടും വളരെ പരിഷ്കൃത ബുദ്ധരായിട്ടുള്ള മതേതര ബുദ്ധരായിട്ടുള്ള ആളുകളാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് വർഗീയവാദികളുടെ ഇരകളായി മാറുന്നവരാണ് ഹിന്ദുക്കൾ എന്ന് പറയുന്നത്. ഈ 2018 എന്ന് പറയുന്ന സിനിമ വിജയിപ്പിക്കേണ്ടത് കേരളീയ മതേതരത്വത്തിന്റെ ആവശ്യമായിട്ട് വരുന്നു, ഹിന്ദു സമൂഹത്തിന്റെ ആവശ്യമായി വരുന്നു. അങ്ങനെയൊക്കെ വരുത്തി തീർത്തു എന്നുള്ളതാണ്. ഇതൊന്നും വാക്കാലുള്ള ഒരു വരുത്തി തീർക്കലുകളല്ല. അങ്ങനെ ഒരു മനോഭാവം സമൂഹത്തിൽ സൃഷ്ടിച്ചെടുക്കുകയാണ് PR പ്രവർത്തനങ്ങളിലൂടെ. അതാണ് പറഞ്ഞത്, സാമൂഹ്യ മാധ്യമങ്ങളെ വളരെ ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്തുകൊണ്ട് നമ്മളുടെ മസ്തിഷ്കത്തിലേക്ക് കൃത്യമായിട്ട് നമ്മൾ പോലും അറിയാതെ ചില തീരുമാനങ്ങൾ കൈക്കൊള്ളാൻ കഴിയുന്ന നിലയിൽ നമ്മുടെ മസ്തിഷ്കത്തെ പരുവപ്പെടുത്തുക. ഇതാണ് സംഭവിക്കുന്നത്. അപ്പോൾ 2018 എന്ന് പറയുന്ന സിനിമ കേരള സ്റ്റോറിക്ക് ബദലായി അവതരിപ്പിക്കാൻ കഴിഞ്ഞു എന്ന് പറയുന്നത് ആ ചലച്ചിത്രവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച മനുഷ്യരുടെ കച്ചവട ബുദ്ധിയുടെ ലക്ഷണമാണ്. കമ്മ്യൂണിസ്റ്റുകൾ ആദ്യം ഈ സിനിമയെ അങ്ങേയറ്റം ആസ്വദിച്ച് സ്വീകരിച്ചതാണ്. കാരണം പ്രളയവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ കമ്മ്യൂണിസ്റ്റുകൾ പരത്തി വെച്ചിരുന്നത് എന്താണ്?
നട്ടപ്പാതിരയ്ക്ക് ഡാം തുറന്നു വിടേണ്ടതായിട്ടുള്ള സാഹചര്യം അത് ഉണ്ടായതായാലും ഉണ്ടാക്കിയതായാലും നട്ടപ്പാതിരയിൽ ഡാം തുറന്നുവിട്ട കൂട്ടർ തന്നെയാണ് ആ പ്രളയാനന്തര പ്രവർത്തനങ്ങളിൽ വളരെ ആത്മാർത്ഥമായി പരിശ്രമിച്ചത്. ഡാം തുറക്കാൻ പോകുന്നു, പരിസരവാസികൾ മാറി താമസിക്കേണ്ടതുണ്ട് എന്ന് നിർദ്ദേശം കൊടുക്കുക, സ്വയം ഓടി ഒളിക്കാനുള്ള അവസരം അവർക്ക് കൊടുക്കുകയോ അതല്ലെങ്കിൽ അവരെ മാറ്റിപ്പാർപ്പിക്കാൻ വേണ്ടുന്ന ശ്രമങ്ങൾ നടത്തുകയോ ഒന്നും ചെയ്യാതെ രാത്രി 12 മണി കഴിഞ്ഞതിന് ശേഷം മന്ത്രിയായിരുന്ന മണിയാശാൻ ഫേസ്ബുക്കിലൂടെ ഒരു കുറിപ്പ് എഴുതിയിട്ടതിന് ശേഷം ഡാം തുറന്നു വിടുകയാണ് ചെയ്തത്. ഉറങ്ങിക്കിടന്ന പല മനുഷ്യരും വെള്ളത്തിലായിപ്പോയി, പ്രളയത്തിലായിപ്പോയി അല്ലേ? അതൊന്നും ചർച്ച ചെയ്തില്ല, ആരും അതിനെക്കുറിച്ചൊന്നും ബേജാറായിട്ടില്ല. മലയാളികൾ ഒറ്റക്കെട്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആവേശത്തോടുകൂടി അവരങ്ങോട്ട് ഒരു PR പ്രവർത്തനം നടത്തിയതിന്റെ ഫലമായിട്ട് ആ പ്രളയത്തെ അവർക്ക് അനുകൂലമായി, സർക്കാരിന് അനുകൂലമായി അല്ലെങ്കിൽ CPM-ന് അനുകൂലമായി എടുക്കാൻ അവർക്ക് പറ്റി. മഠയ മലയാളികൾ എന്ന് പറയാൻ കഴിയുന്ന നമ്മൾ പല മലയാളികളും അത് വിശ്വസിക്കുകയും ചെയ്തു. ഇവിടുത്തെ പ്രതിപക്ഷം പോലും ഒത്തൊരുമയോടുകൂടി സർക്കാരിനോട് സഹകരിക്കുകയാണ് ചെയ്തത്. ഒരിക്കൽ പോലും അത് എടുത്തു പറയാതിരിക്കേണ്ട കാര്യമല്ല എന്നുള്ളത് കൊണ്ടാണ് ഈ ഒരു സിനിമാ കാര്യത്തിനിടയിലും ഞാനത് പറയുന്നത്. പ്രതിപക്ഷം വളരെ ആത്മാർത്ഥമായിട്ട് സർക്കാരിനോട് സഹകരിക്കുകയാണ് ചെയ്തത്. പക്ഷേ ഇപ്പോൾ നടക്കുന്ന ഈ 2026 സംഭവിച്ച ഈ വെള്ളപ്പൊക്കത്തോടനുബന്ധിച്ചുകൊണ്ട് എത്രത്തോളം ദുഷ്ടബുദ്ധിയോടുകൂടിയാണ് നമ്മുടെ ഇന്നത്തെ പ്രതിപക്ഷമായ CPM അല്ലെങ്കിൽ ഇടത് സംഘടനകൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് കൂടി ഒന്ന് ആലോചിക്കണം. അത് പോട്ടെ, അതല്ല നമ്മുടെ വിഷയം. അപ്പോൾ പറഞ്ഞു വന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. സിനിമ കണ്ടപ്പോഴാണ് ഈ കമ്മികൾക്ക് അക്കിടി പറ്റിയെന്ന് മനസ്സിലായത്. കാരണം കമ്മികൾ ചെയ്തിരുന്നത് എന്താണ്? പിണറായി വിജയന്റെ കരുതലാണ് ശരിക്കും പറഞ്ഞാൽ ഈ പ്രളയത്തിൽ നിന്ന് കേരളത്തെ ഉയർത്തിയെടുത്തതെന്ന്. വലിയ തിരമാലയടിക്കുന്ന കടലിൽ നിന്ന് കേരളത്തെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ഉയർന്നു വരുന്ന പിണറായി വിജയനെ നമ്മൾ കണ്ടതാണ് അല്ലേ? രസകരമായിട്ടുള്ള ഒരു വര അത് വലിയ നിലയിൽ പ്രചരിക്കുകയും ചെയ്തു. ആ ഒരു PR കലാകാരന്റെ ബുദ്ധി എന്ന് പറയുന്നത് രസകരമായിട്ട് അത് ആരുടെ ഉള്ളിലും ഹൃദയത്തോട് ചേർത്ത് പിടിക്കാൻ കഴിയുന്ന നിലയിലുള്ള പിണറായി വിജയനിൽ ഒരുതരം സഹാനുഭൂതി പോലും നിഴലിക്കുന്ന നിലയിൽ കേരളത്തെ മാറോട് ചേർത്ത് വെച്ചിരിക്കുന്ന ആ പിണറായി വിജയനെയാണ് മലയാളികൾക്ക് മുന്നിൽ കമ്മികളും അവരുടെ PR സംഘങ്ങളും ഉയർത്തി നിർത്തിയിരുന്നത്. അതിനെയാണ് ശരിക്കും പറഞ്ഞാൽ 2018 എന്ന് പറയുന്ന സിനിമ പൊളിച്ചു കളഞ്ഞത്. പാതിരിമാരാണ് മത്സ്യബന്ധന തൊഴിലാളികളെയും ആ സമൂഹത്തിൽപ്പെട്ട ആളുകളെയും പ്രളയത്തിൽ നിന്ന് കേരളത്തെ രക്ഷിക്കാൻ, മലയാളികളെ രക്ഷിക്കാൻ വള്ളവും വഞ്ചിയും ഒക്കെയായി പറഞ്ഞു വിട്ടത് എന്ന് പറയുന്ന രീതിയിലാണ് ജൂഡ് ആന്റണി ജോസഫ് ആ സിനിമയെ കൈകാര്യം ചെയ്തത്. അതോടുകൂടി കമ്മികൾ പതിയെ പിൻവലിഞ്ഞു. കമ്മികൾക്ക് അടി കിട്ടിയെന്ന് മനസ്സിലായി. അവർ പിൻവലിഞ്ഞപ്പോൾ സംഘികൾ ഈ സിനിമയെ കാര്യമായി ഏറ്റെടുത്തു. ഒരു സംഘം സംഘികൾ ഈ സിനിമയെ കാര്യമായി ഏറ്റെടുത്തു. ഇടതുവിരുദ്ധരായിട്ടുള്ള, തീവ്ര ഇടതുവിരുദ്ധരായിട്ടുള്ള സംഘികൾ ഈ സിനിമയെ ഏറ്റെടുത്തു. അങ്ങനെ എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും ഈ സിനിമയെ വിജയിപ്പിക്കേണ്ടത് മലയാളികളുടെ ആവശ്യമായി മാറി. കമ്മികൾ പിൻവലിഞ്ഞു എങ്കിൽ പോലും ബാക്കിയുള്ള ഇതര സമൂഹം അതിനെ ഏറ്റെടുത്ത് ആഘോഷിച്ച് ആ സിനിമയെ വലിയ വിജയമാക്കി മാറ്റുകയാണ് ചെയ്തത്. എത്ര തന്ത്രപൂർവമാണ് മലയാളികളെ ആ 2018 എന്ന് പറയുന്ന ഒരു ശരാശരി സിനിമയെ അതിൽ ഹെലികോപ്റ്റർ വന്നു, അതിൽ വലിയ പ്രളയം കാണിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ 10-25 വർഷം മുന്നേ പോലും മൾട്ടിമീഡിയയുടെ തുടക്കകാലത്ത് ആ മൾട്ടിമീഡിയ പഠിച്ചിരിക്കുന്ന മനുഷ്യർ, ഇപ്പം ഞാൻ അങ്ങനെ പഠിച്ചിട്ടുള്ള ഒരാളായതുകൊണ്ട് പറയാണ്, ഒരത്ഭുതവുമില്ല ഇന്നത്തെ കാലത്ത് 2023 മറ്റുമൊക്കെ ഇത്തരം കമ്പ്യൂട്ടർ ഗ്രാഫിക്സുകൾ ഉണ്ടാക്കാൻ ഒരു പ്രയാസവുമില്ല. അത് സാധാരണ മനുഷ്യരാരും ഇതിന്റെ സാങ്കേതിക വശം മനസ്സിലാക്കിയിട്ടല്ല തിയേറ്ററിലേക്ക് പോകുന്നത് എന്നുള്ളത് സത്യം. എന്തായാലും ജൂഡ് നല്ല ശ്രമകരമായിട്ടുള്ള ഒരു പണി തന്നെയാണ് ചെയ്തു വെച്ചിരുന്നത്. അതിലൊന്നും യാതൊരുവിധ അതിന്റെ ഗുണമേന്മയെക്കുറിച്ച് കുഴപ്പങ്ങളല്ല പറഞ്ഞത്. പക്ഷേ അതൊരു സാധാരണ ചിത്രം തന്നെയായിരുന്നു. നമ്മുടെ മറ്റു പല വൈകാരികതകളെയും അതിന്റെ മറ്റെല്ലാ തരത്തിലുള്ള ന്യൂനതകളെയും മറച്ചുകൊണ്ട് മാറ്റിവെച്ചുകൊണ്ട് ഈ സിനിമ വിജയിപ്പിക്കേണ്ടത് മലയാളികളുടെ ആവശ്യമായി മാറി എന്നുള്ളതാണ്. അല്ലെങ്കിൽ അങ്ങനെ മാറ്റി. അത് കൗശല ബുദ്ധിയാണ്. ആ ബുദ്ധിയാണ് അവിടെ വിജയിച്ചത്. പിന്നെ ഈ തുടക്കം എന്ന് പറയുന്ന സിനിമയിലേക്ക് വന്നു കഴിഞ്ഞാൽ അതേ തന്ത്രം തന്നെയല്ലേ പയറ്റിയത്. 35 വയസ്സായിട്ടുള്ള ഒരു സ്ത്രീ, അവർ ആദ്യമായി അഭിനയിക്കുന്ന ഒരു സിനിമ. ആ സിനിമ റിലീസാവുന്നതിൻ്റെ ഒരു 1.5 ആഴ്ച മുന്നേ വളരെ കൃത്യമായി അവർ ഒരു പൊതു വിഷയത്തിൽ അഭിപ്രായം പറഞ്ഞുകൊണ്ടുവരുന്നു. അത് ഹരിത കേരളത്തിലെ പ്രബുദ്ധ മലയാളികൾക്ക് വല്ലാതെ കണ്ട് ഇണങ്ങുന്നതായിട്ടുള്ള ഒരു അഭിപ്രായവുമായി. ആ അഭിപ്രായത്തിൻ്റെ മാറ്റിനെ കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. ആ അഭിപ്രായം പറയാനുള്ള അവരുടെ അവകാശത്തെ സംശയിക്കുകയോ അല്ലെങ്കിൽ അതിനെ എതിർക്കുകയോ ചെയ്യുന്നില്ല. അവർ പറഞ്ഞു വെച്ചിട്ടുള്ള അഭിപ്രായത്തെ തീർച്ചയായിട്ടും അവരുടെ അഭിപ്രായമായി അംഗീകരിക്കാം. അതിനോട് യോജിക്കുന്നില്ല എന്നുണ്ട് എങ്കിൽ പോലും അവർക്ക് അത് പറയാനുള്ള അവകാശവുമുണ്ട്. പക്ഷേ
അവർ പറയുന്ന സമയം എന്ന് പറയുന്നത് അത് വളരെ ഗൗരവത്തോടെ ആലോചിക്കേണ്ടതാണ്. അവർ ആദ്യമായിട്ട് ഒരു പൊതുകാര്യത്തിൽ ഒരു അഭിപ്രായം പറയുന്നത് ഈ സിനിമയുടെ റിലീസിംഗ് തീയതി നിശ്ചയിച്ചതിന് ശേഷമാണ്. അതുകൊണ്ട് അവർ ആദ്യമായിട്ട് അവർക്ക് അഭിപ്രായം പറഞ്ഞുകൂടാ എന്നില്ല. പക്ഷേ അവരുടെ ഉദ്ദേശശുദ്ധിയെ സംശയിച്ചാൽ അതിൽ കുറ്റം പറയാൻ പറ്റില്ല. പോങ്ങൻ അവരുടെ അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യത്തെ അല്ല വിമർശിച്ചത്, അവർ പറഞ്ഞ അഭിപ്രായത്തോടുമല്ല, അവർ അഭിപ്രായം പറയാൻ വേണ്ടിയിട്ട് തിരഞ്ഞെടുത്ത സമയത്തെയാണ് പോങ്ങൻ സംശയിക്കുന്നത്. വകതിരിവുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്തു പറയും? ഒരു പോങ്ങ ബുദ്ധിയെങ്കിലും ആ പെൺകുട്ടിയല്ല ആ യുവതിക്ക് ഉണ്ടെങ്കിൽ അവരെന്താ പറയുക? അല്ല, എനിക്കൊരു അഭിപ്രായമുണ്ട്, പക്ഷെ സന്ദർഭം ഇതായതുകൊണ്ട് എൻ്റെ ഒരു സിനിമ റിലീസാവാൻ വരുന്നു, അതുകൊണ്ട് ഞാൻ ഇപ്പോൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആ സിനിമയെ മുൻനിർത്തിക്കൊണ്ട് പറയുകയാണ് എന്ന് വിചാരിക്കും. അതുകൊണ്ട് തൽക്കാലം എൻ്റെ അഭിപ്രായം ഞാൻ ഈ സിനിമയുടെ റിലീസിങ് സംഭവിച്ചതിന് ശേഷം അല്ലെങ്കിൽ 1 മാസവും കൂടി കഴിഞ്ഞിട്ട് ഞാൻ പറയും എന്ന് പറഞ്ഞാൽ പോലും ഇവർക്ക് എന്താണ് പറയാനുള്ളത് എന്നുള്ളതിനെക്കുറിച്ചൊരു ധാരണ വരും, അത് കിട്ടും. അങ്ങനെ നയപരമായിട്ട് പോലും പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടെ ആ തരത്തിലുള്ള ഒരു സംസാരം പോലും സംശയത്തിന് ഇട നൽകരുത് എന്നുള്ളത് കൊണ്ട്, കാരണം അത് സംഖ്യകൾക്ക് അനുകൂലമാകുന്ന നിലയിൽ ആരും വ്യാഖ്യാനിക്കുക പോലും ചെയ്യരുത് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് കൃത്യമായിട്ട് ആ സമയത്ത് അവർ അങ്ങനെ തന്നെ പറഞ്ഞത്. അത് ഞാൻ പറയുന്നത് 2018 എന്ന് പറയുന്ന സിനിമ എങ്ങനെയാണോ വിജയിപ്പിച്ചത് ആ PR സംഘത്തിന്റെ ബുദ്ധി ഈ സിനിമയുടെ വിജയത്തിനും സഹായമായിട്ടുണ്ട്. വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കച്ചവട ബുദ്ധിയുടെ വിജയമാണ്, അത് സംഘികളുടെ പരാജയമോ അതല്ലെന്നുണ്ടെങ്കിൽ അത് പോങ്ങ ബുദ്ധിയുള്ളവരുടെ വിഷബുദ്ധിക്കേറ്റ തിരിച്ചടി എന്നൊന്നും പറയുന്നതിനകത്ത് യാതൊരു കാര്യവുമില്ല. ഇത് വാസ്തവത്തിൽ നമ്മുടെ പൊതുസമൂഹത്തിൻ്റെ മസ്തിഷ്കം എത്രത്തോളം സാമൂഹ്യ മാധ്യമങ്ങൾക്ക് അടിപ്പെട്ടു പോയി എന്നുള്ളതിൻ്റെ വ്യക്തമായിട്ടുള്ള ഒരു തെളിവ് മാത്രമാണ് ഈ വിജയം എന്ന് പറയുന്നത്. പിന്നെ സംഘിവിരോധം എന്ന് പറയുന്നത്, സംഘിവിരോധം പറഞ്ഞുകൊണ്ട് പല ആൾക്കാർക്കും ഇവിടെ നിലനിൽക്കാൻ കഴിയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഈ സാമൂഹ്യ രാഷ്ട്രീയ കേരളത്തിൻ്റെ സാഹചര്യം അതിനനുസരിച്ച് പരുവപ്പെട്ട് നിൽക്കുന്നുണ്ട്, അതിൽ കുറ്റമൊന്നും പറയാൻ പറ്റില്ല. അങ്ങനെ ജീവിക്കുന്നവർ ജീവിക്കട്ടെ. വാസ്തവത്തിൽ ഇതിൻ്റെ പിന്നിൽ കബളിപ്പിക്കൽ മാത്രമേ ഉള്ളൂ. ഒരു സമൂഹത്തെ കൃത്യമായി കബളിപ്പിച്ചുകൊണ്ട് നേടുന്ന വിജയമാണ്, അതല്ലാതെ ഇതിനപ്പുറത്തേക്ക് വേറെ ഒന്നുമില്ല. ജൂഡ് ആന്റണി ജോസഫ് തന്നെ പറഞ്ഞൊരു പ്രസ്താവനയുണ്ടല്ലോ, ഇത് മോഹൻലാലിൻ്റെ മകളുടെ സിനിമയാണ്, ഒരു മോഹൻലാൽ ആരാധകൻ എന്ന നിലയിൽ ഈ സിനിമ വിജയിപ്പിക്കേണ്ടത് നമ്മളുടെ ആവശ്യമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു പ്രത്യേക സമൂഹത്തിൻ്റെ മുന്നിലേക്ക്, സംഘത്തിൻ്റെ മുന്നിലേക്ക് ഇട്ടുകൊടുക്കുകയാണ്. അതല്ലാതെ അദ്ദേഹത്തിന് പറയാൻ പറ്റണ്ടേ ഇതൊരു മികച്ച സിനിമയാണ്, ഞാനൊരു ഗംഭീര സിനിമ നിർമ്മിച്ചിരിക്കുന്നു, ആരെന്ത് തന്നെ പറഞ്ഞു കഴിഞ്ഞാലും ഈ ഒരു ഉൽപ്പന്നം എന്ന് പറയുന്നത് അത് വിജയം കാണുക തന്നെ ചെയ്യുമെന്ന് ആത്മവിശ്വാസത്തോടെ പറയുന്നതിന് പകരം മോഹൻലാലിൻ്റെ പേര് പോലും അവിടെ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ മുഖം പോലും അവിടേക്ക് കൊണ്ടുവരുന്നത് ആ താരമൂല്യത്തെ ഒന്നുകൂടി ഉപയോഗിക്കാൻ തന്നെയാണ്. വളരെ കച്ചവട ബുദ്ധി മാത്രമാണ് ഇതിനകത്ത് പ്രവർത്തിച്ചിരിക്കുന്നത്. അതുകൊണ്ട് സംഘികളുടെ പേര് പറഞ്ഞാലും പോങ്ങന്മാരെ പരിഹസിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും കാര്യമില്ല. തുടക്കം എന്ന് പറയുന്ന സിനിമയുടെ വിജയം, ഞാനതിൻ്റെ സിനിമ കാണാത്ത ഒരാളെന്ന നിലയിൽ, OTT വന്നാലേ കാണൂ എന്ന് തീരുമാനമെടുത്തിരിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ സ്വാഭാവികമായിട്ടും എനിക്ക് ആ സിനിമയുടെ മഹത്വത്തെക്കുറിച്ച്, അതിൻ്റെ മേന്മയെക്കുറിച്ച് പറയാൻ അറിയില്ല. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ജൂഡിൻ്റെ ആദ്യത്തെ സിനിമ മുതൽ അദ്ദേഹം ഇടയ്ക്ക് 2017 മറ്റോ ചെയ്തിട്ടുള്ള ഒരു ഷോർട്ട് ഫിലിം ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ പടങ്ങളും കണ്ട ഒരാളാണ്. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള സിനിമകളൊക്കെ കണ്ട ഒരു മനുഷ്യൻ എന്ന നിലയിൽ ജൂഡ് ആന്റണി ജോസഫിൻ്റെ സിനിമകൾ വിജയമായത് സമ്മതിക്കാം. പക്ഷേ അതിൻ്റെ എൻ്റെ ഒരു ആസ്വാദന നിലവാരം വെച്ചുകൊണ്ട് അതിന് കൃത്യമായി എൻ്റെ ഉള്ളിലൊരു മാർക്കുണ്ട്. ജൂഡ് ആന്റണി ജോസഫിന് ഇതൊക്കെ കഴിയും, ഇതൊക്കെ ചെയ്യാൻ പറ്റും, ഇത്രയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ എന്ന്. ഇനി ഈ തുടക്കവും കൂടി കണ്ടതിന് ശേഷം ചിലപ്പോൾ ഒരുപക്ഷെ അദ്ദേഹത്തിൽ എത്രത്തോളം അഭിവൃദ്ധി വന്നിട്ടുണ്ട് എന്നുള്ളത് എൻ്റെ ആസ്വാദന ശേഷിക്ക് വിലയിരുത്താൻ കഴിയുന്നത് വെച്ചുകൊണ്ട് ഞാൻ എൻ്റെ മനസ്സിൽ അദ്ദേഹത്തിന് മാർക്ക് ഉയർത്തണോ കുറയ്ക്കണോ എന്നുള്ളത് ഞാൻ തീരുമാനിക്കും, എൻ്റെ ആസ്വാദന നിലവാരം തീരുമാനിക്കും. നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളുടേതായിട്ടുള്ള താല്പര്യങ്ങളും കണ്ടേക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. തുടക്കം എന്ന് പറയുന്ന സിനിമയുടെ വിജയം എന്ന് പറയുന്നത് അത് ആ സിനിമയുടെ മികവിനെ മാത്രം ആശ്രയിച്ച് നിൽക്കുന്നതാണോ എന്ന് ഇപ്പോഴും എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷെ മുൻ അനുഭവം വെച്ചുകൊണ്ട് 2018 എന്ന് പറയുന്ന സിനിമയുടെ ആ ഒരു വിജയത്തിൻ്റെ ആ ഒരു പൊലിമ, അതിൻ്റെ ഒരു
കൂറ്റൻ സ്വഭാവം മനസ്സിലാക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് വൈകാരികതയായിരുന്നു മികവിനേക്കാൾ. 2018 എന്ന് പറയുന്ന സിനിമയുടെ മികവിനേക്കാൾ കൂടുതൽ അദ്ദേഹം സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ സാമൂഹ്യ മനഃശാസ്ത്രത്തെ കൃത്യമായി അവർക്ക് അനുകൂലമാകുന്ന നിലയിൽ ഉണ്ടാക്കിയെടുത്തു. ഒരു ചലച്ചിത്രകാരൻ എന്നുള്ളതിനേക്കാൾ കൂടുതൽ കച്ചവടക്കാരൻ എന്ന് പറയുന്ന കഴിവ് തീർച്ചയായിട്ടും ജൂഡ് ആൻ്റണി ജോസഫിൽ ഉയർന്നു നിൽക്കുന്നുണ്ട് എന്ന് പറയുന്ന ബോധ്യമാണ് എനിക്കുള്ളത്. അതുകൊണ്ട് തന്നെ തുടക്കം എന്ന് പറയുന്ന സിനിമ ഇതുപോലെ വിജയിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, വിജയിച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വിജയത്തിന് സംഖ്യകൾക്കോ അതല്ലെങ്കിൽ മറ്റാർക്കോ ഒരു തരത്തിലുള്ള പങ്കുമില്ല. ആ പങ്ക് മുഴുവൻ അദ്ദേഹത്തിൻ്റെ ജൂഡിൻ്റെയും സംഘത്തിൻ്റെയും കച്ചവട ബുദ്ധിയുടെ, കൗശല ബുദ്ധിയുടെ, സാമൂഹ്യ മാധ്യമങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് സാമൂഹ്യ മനഃശാസ്ത്രത്തെ തങ്ങൾക്ക് അനുകൂലമായി മാറ്റാൻ കഴിയുന്നതായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ കഴിവ് മാത്രമാണെന്ന് വിചാരിച്ചുകൊണ്ട്, വിശ്വസിച്ചുകൊണ്ട്, അങ്ങനെ മനസ്സിലാക്കിക്കൊണ്ട്, മുന്നനുഭവങ്ങളിൽ നിന്ന് അങ്ങനെ മനസ്സിലാക്കിക്കൊണ്ട് OTTയിൽ വരുന്നത് വരെ ഞാൻ തുടക്കമെന്ന് പറയുന്ന സിനിമയെക്കുറിച്ച് അഭിപ്രായങ്ങളൊന്നും തന്നെ പറയുന്നില്ല. ഇത്രയും പറഞ്ഞതിന് പിന്നിൽ ഇത് മാത്രമേ ഉള്ളൂ കാര്യം. കുറച്ചുകൂടി 10-20 മിനിറ്റ് ആയിട്ടുണ്ട്. സംസാരം തൽക്കാലം നിർത്തുകയാണ്. കുറച്ച് കാര്യങ്ങൾ കൂടി പറയേണ്ടതുണ്ട്. സുചിത്ര മോഹൻലാൽ പറഞ്ഞിരിക്കുന്ന ഒരു പ്രസ്താവന ഒരുപാട് മലയാളികൾ കൈയടിച്ച ഒരു പ്രസ്താവനയാണ്. എനിക്ക് കൈയടിക്കാൻ തോന്നിയില്ല. അതുകൂടി പറയണമെന്നുണ്ട്. പക്ഷേ ഇപ്പോൾ തൽക്കാലം ഞാൻ ഈ 10-22-23 മിനിറ്റ് ആയിട്ടുണ്ട്. ഈ സംസാരം നീണ്ടുപോയി. അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അടുത്ത സംസാരത്തിലൂടെ നമുക്ക് വീണ്ടും കേൾക്കാം. നമുക്കെല്ലാം നല്ലത് വരട്ടെ. നമുക്കെല്ലാം നല്ലത് മാത്രം വരട്ടെ. സന്തോഷം, സ്നേഹം, ടാറ്റ.